ബാത്റൂമിന്റെ പുറം ഭാഗത്ത് ഇപ്പോൾ ഇവിടുത്തെ പുട്ടിയും പെയിന്റ് എല്ലാം പൊളിഞ്ഞിളകിയിട്ടുണ്ട്. ഇതേപോലെ ഇഷ്യൂസ് എവിടെ ഉണ്ട്? നമ്മുടെ സ്ട്രക്ചറിനകത്ത്, വീടിനകത്തും ഉണ്ട്. ഹലോ, എല്ലാവർക്കും അൾട്രോൺ വാട്ടർ പ്രൂഫ് ഷോപ്പിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് വർക്ക് വന്നിരിക്കുന്നത് നിലവിൽ ടൈല് റിമൂവ് ചെയ്യാതെ തന്നെ ബാത്റൂം വാട്ടർ പ്രൂഫിങ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ടൈല് റിമൂവ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു കോസ്റ്റ് അവിടെ ചിലവാകുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ഇഷ്യൂസ് നമ്മുടെ പുറം ചുവരുകളുണ്ടെന്ന് കാണിച്ചു തരാം. ചുവര് ഇതേപോലെ ഭിത്തി ഫുള്ള് പൊരിഞ്ഞിളവിയിട്ടുണ്ട്. ഇത് വീടിന്റെ പുറം ഭാഗമാണ് പൊരിഞ്ഞിളവിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, ഇവിടുത്തെ ബാത്റൂം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലും ബാത്റൂം ഉണ്ട്. ബാത്റൂമിന്റെ പുറം ഭാഗത്ത് ഇപ്പോൾ ഇവിടുത്തെ പുട്ടിയും പെയിന്റ് എല്ലാം പൊളിഞ്ഞിളകിയിട്ടുണ്ട്. ഇതേപോലെ ഇഷ്യൂസ് എവിടെ ഉണ്ട്? നമ്മുടെ സ്ട്രക്ചറിനകത്ത്, വീടിനകത്തും ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ ടൈല് നിലനിർത്തിക്കൊണ്ട് തന്നെ വാട്ടർ പ്രൂഫ് ചെയ്യാന്നുള്ള വർക്കാണ്. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നിലവിൽ നമുക്ക് മെയിനായിട്ട് ബാത്റൂമിയുടെ ലീക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടുണ്ടാകുന്ന ഇഷ്യൂസ് ആണ് വീടിന്റെ അകം ചുവരുകൾ. ഇതിന്റെ ഓപ്പോസിറ്റിൽ നമുക്ക് ബാത്റൂം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് വെള്ളം പിടിച്ച് അടന്നു വന്നേക്കുന്നത്. ഇതേപോലത്തെ ഇഷ്യൂസ് ആണ് നമ്മൾ നേരത്തെ പുറത്ത് കണ്ടത്. അതുപോലത്തുള്ള ഇഷ്യൂസ് ആണ് നമുക്ക് ഈ ഭിത്തിയുടെ ഈ ചുവരുകളിൽ വന്നിരിക്കുന്നത്. ചുവരുകളിൽ വെള്ളം എന്തുകൊണ്ടാണ് ഈ വെള്ളം വരുന്നത്, ഇങ്ങനെ ഈ ഇഷ്യൂസ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാത്റൂം സ്ഥിരം യൂസ് ചെയ്യും. നമ്മൾ ഒരു വീട് താമസം തുടങ്ങി കഴിഞ്ഞാൽ ഒരു 365 ദിവസം നമ്മൾ താമസിക്കുന്നത്, 365 ദിവസം നമ്മളെ ബാത്റൂമുകൾ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഈ ഇതിലേക്ക് ഇറങ്ങുന്ന വെള്ളത്തിന് പോകാനായിട്ട് വേറെ സ്പേസ് ഇല്ല. ഇറങ്ങുന്നത് ഒന്ന് നമ്മളെ ബേസ്മെന്റിന്റെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്, രണ്ട് നമ്മൾ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ചുവരുകൾ. ആ ചുവരിലൂടെ എന്ത് ചെയ്യുന്നത്, ഇത് മേലേക്ക് കയറി വരുന്നത്. അതാണ് നമ്മൾ ഈ കാണുന്ന കയറി വരുന്ന വെള്ളത്തിന് പുറത്തേക്ക് പോകാനായിട്ട് സ്പേസ് ഇല്ല. പിന്നെ എന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തുള്ള അടിച്ചേക്കുന്ന പെയിന്റിനെ ചെറുതായിട്ട് നമുക്ക് റൈസിംഗ് ഡാമേജ് ആയിട്ട് കയറിയിട്ടൊന്നും പുറത്തേക്ക് ഡാമേജ് ആക്കുന്നു. ആ ഇഷ്യൂസാണ് നമുക്ക് കാണാം. അപ്പോൾ ഇത് പരിഹരിക്കാനുള്ള ട്രീറ്റ്മെന്റാണ് ഇവിടെ ചെയ്യുന്നത്. വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യം, നമ്മൾ ബാത്റൂമിലുള്ള ലീക്ക് പ്ലംബിംഗ് മൂലമോ അതുപോലെ തന്നെ റൈസിംഗ് ഡാമേജ് മൂലമോ ഉണ്ടായതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് ഉറപ്പിക്കുക. അതിനുശേഷം നമ്മൾ ബാത്റൂമിൻ്റെ ക്രാക്സുകൾ ഫില്ല് ചെയ്യുമ്പോൾ ജോയിൻറ്റ്സ് കട്ട് ചെയ്യുക. മിനിമം 3 mm വീതിയിലെങ്കിലും നമ്മൾ ജോയിൻറ്റ് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം എയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എയർ ഗ്യാപ്പ് ഫുള്ള് ഗ്രൗട്ട് ഇഞ്ചെക്റ്റ് ചെയ്യണം. ഗ്രൗട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പോളിമർ വേസ്ഡ് മെറ്റീരിയൽസും ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ മാക്സിമം പോർട്സും നമുക്ക് ഇതായി കിട്ടും, ഫില്ലായി കിട്ടും. അതുപോലെ നമ്മൾ ടേപ്പ് ഒട്ടിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ടേപ്പ് ഒട്ടിക്കുന്നത് എപ്പോക്സി ഫില്ല് ചെയ്യുമ്പോഴും കെമിക്കൽ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴും ബാത്റൂമിൽ സ്പ്രെഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടേപ്പ് ഒട്ടിക്കുന്നത്. അതുപോലെ തന്നെ പോളിമർ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ മാക്സിമം ഹോൾസുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോളിമർ ഇഞ്ചക്ഷൻ നോക്ക് സൗണ്ട് കൊടുത്ത് ഗ്യാപ്പൊന്നും ഇല്ലയെന്ന് ഉറപ്പിച്ചിട്ട് ചെയ്യുക. അതുപോലെ തന്നെ അത് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മുന്നേ കണ്ടതുപോലെ എപ്പോക്സി ഫില്ല് ചെയ്യുക. എപ്പോക്സി ഫില്ല് ചെയ്തതിന് ശേഷം ആ പോർഷൻസിലേക്ക് നമ്മൾ ഗ്രൗട്ട് മാക്സിമം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫ്ലോർ ടാപ്പിൻ്റെ പോർഷൻസ് ഫുള്ള് ചെക്ക് ചെയ്യുക. അവിടെ ഗ്യാപ്പുകളുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പോളിമർ ടൈപ്പ് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽസാണ് അവിടെ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ ടൈൽ എപ്പോക്സി ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസായ എപ്പോക്സി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിക്ക ക്രീം 888 എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെറ്റ് കണ്ടീഷൻസിൽ ബാത്റൂം, ടൈല്, ഓപ്പൺ ടെറസ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ടൈൽസ് ഇടുമ്പോൾ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നല്ലപോലെ നമ്മൾ ചെയ്തത് ക്ലിയർ ആക്കുക. ടൈല് പെട്ടെന്ന് തന്നെ ടൈലിൽ എപ്പോക്സി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ സർഫസ് ക്ലിയർ ആക്കുക. അതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ സ്ട്രക്ചർ 100% വാട്ടർ പ്രൂഫിങ്, താഴേക്ക് വെള്ളം ഇറങ്ങുന്ന ഒഴിവായി കിട്ടും. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. നമ്മുടെ ബാത്റൂമുകൾ 2 ബാത്റൂമാണ് ഉണ്ടായിരുന്നത്. ഇത് വാട്ടർ പ്രൂഫിങ് ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, എല്ലാവർക്കും നന്ദി.